അങ്ങനെ ചോദിച്ചത് എന്തിനാ നീ ഇവിടെ കയറി വന്നു? അയാളെ വീട്ടിൽ ഞാൻ കയറിയില്ല, അയാളെ വീട്ടിൽ പോയില്ല. പുറത്താക്കണ രീതിയിലായിരുന്നു കേസ് ആ സംഭവം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇപ്പൊ സമയം അതുകൊണ്ട് 1 മണി കഴിഞ്ഞ് 1 മണിയായി 1:10 കൊണ്ടായി. നാളെ കണ്ണന് സ്കൂളിൽ നാളെ പോകണം. ഈ സമയമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഞങ്ങളെ അമ്മ മരിച്ചപ്പോൾ മകൾ വീട്ടിൽ നിന്നും പുറത്തായി. മല്ലു രാജേഷ് എന്ന് പറയുന്ന ഫാമിലി വ്ളോഗിലെ പൊന്നുവിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ല, ഈ ഫാമിലി വ്ളോഗിലെ പെണ്ണുങ്ങൾക്കെല്ലാം എങ്ങനെയാണ് ഈ പൊന്നൂസ്, കുഞ്ചൂസ്, അമ്മൂസ് പോലുള്ള പേരുകൾ വരുന്നതെന്നുള്ളത് ഞാനൊരു നിമിഷം ആലോചിച്ചു എന്നുള്ളതാണ്. എന്തായാലും അവിടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ അടുത്താണ് പൊന്നുവിന്റെ അമ്മ മരിച്ചത്. ബ്രെയിൻ ഡെത്ത് ആയിരുന്നു. അങ്ങനെ അമ്മ മരിച്ചതിന് ശേഷം പൊന്നുവിന്റെ മാമമാരും രണ്ടാനച്ഛനും കൂടി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പൊന്നുവും ഭർത്താവ് രാജേഷും പറയുന്നത്. തന്റെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലേക്ക് പോലും തന്നെ കയറ്റുന്നില്ല. അമ്മയുടെ സഹോദരൻ ആ വീട് കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് പൊന്നു പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു 42 മിനിറ്റിന്റെ വീഡിയോ ഇന്നലെ പൊന്നുവും ഭർത്താവും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. ഹലോ ഗൈസ്, എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള സാഹചര്യം പൊന്നിൻ്റെ അമ്മ മരിച്ചപ്പോൾ തൊട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 3 വീഡിയോ ഇട്ട സമയത്തും ഒരുപാട് പേർക്ക് പല പല ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ക്ലിയർ ചെയ്യാനും പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനും കൂടെ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പൊന്നുവിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. പൊന്നുവിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ പൊന്നുവിൻ്റെ അച്ഛനല്ല, അത് പൊന്നുവിൻ്റെ അമ്മയുടെ 2ാമത്തെ ഹസ്ബൻഡാണ്. അതായത് എൻ്റെ ബ്രദർ, എൻ്റെ സ്റ്റെപ്പ് ഫാദറിലുള്ളതാണ് എൻ്റെ ബ്രദർ. നമ്മൾ രണ്ടുപേരും 2 അച്ഛൻ്റെ മക്കളും ഒരമ്മയുടെ മക്കളുമാണ്. അതായത് എൻ്റെ സ്റ്റെപ്പ് ഫാദറാണ്. ഈ ഇടയിലൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള പുള്ളിക്കാരൻ എൻ്റെ സ്റ്റെപ്പ് ഫാദറാണ്, എൻ്റെ ഫാദർ അല്ല. ലീഗലി എൻ്റെ അമ്മയുടെ ഹസ്ബൻഡ് കൂടി അല്ല. ഇപ്പോൾ നിലവിൽ എൻ്റെ അമ്മയുടെ ഹസ്ബൻഡ് അല്ല, ലീഗലി അവർ ഡിവോഴ്സ് ആണ്. പുള്ളിക്കാരൻ ഈ ഇവരോട് വന്ന് ചേർന്നത് തന്നെ ഞങ്ങളുടെ കല്യാണ സമയത്താണ്. ആ സമയത്ത് ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞു കണ്ണനൊരു ഇവിടെ അനിയനൊരു അച്ഛനും അമ്മയും വേണ്ടേ എന്നുള്ള രീതിയിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്. പുള്ളിയെ നിർത്ത്, അച്ഛനായിട്ട് ഒരാൾ വേണം, മുന്നോട്ടുള്ള കാര്യത്തിലൊക്കെ അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് വീണ്ടും അവർ ഒരുമിച്ചത്. ഈ ഡിവേഴ്സ് ആയി പോയ ആളെ വീണ്ടും കൊണ്ടുവന്ന് കുടുംബത്തിൽ കൂട്ടുക എന്ന് പറഞ്ഞാണെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണത്. ഏച്ച് കെട്ടിയാൽ മുളച്ചിരിക്കുമെന്ന് കേട്ടില്ലേ? എന്തായാലും അമ്മയുമായി ഓൾറെഡി ഡിവേഴ്സ് ആയ പൊന്നുവിന്റെ 2ാനച്ഛൻ പൊന്നുവിന്റെയും രാജേഷിന്റെയും കല്യാണ സമയത്ത് വീണ്ടും ഇവരുടെ കുടുംബത്തിലേക്ക് തന്നെ വന്നു ചേർന്നുവെന്നും ഇവരെല്ലാരും കൂടി നിർബന്ധിച്ച് അയാളെ വീട്ടിൽ സ്ഥിരമാക്കി നിർത്തിയെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വരുന്നത്. പൊന്നുവിന് ഒരു അനിയനുണ്ട്, സ്റ്റെപ്പ് ബ്രദർ ആണെന്ന് പറയാം. അതായത് 2 പേരുടെയും അമ്മ ഒരാളാണ്. പക്ഷെ പൊന്നുവിന്റെ 2ാനച്ഛനാണ് അനിയന്റെ അച്ഛൻ. അവന് വേണ്ടിയും കൂടിയാണ് ഇവർ അയാളെ വീണ്ടും കുടുംബത്തിലേക്ക് കയറ്റിയത്. പക്ഷെ പിന്നീട് ഇവർക്ക് തന്നെ അതൊരു വിനയായി മാറി എന്നുള്ളതാണ്. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊന്നുവിന്റെ അമ്മ മരിക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ തൊട്ട് ഇപ്പൊ എൻ്റെ അമ്മ മരിച്ചിട്ട് 24 ദിവസമായി. 24 ദിവസമായിട്ട് ഞാനും എൻ്റെ അനിയൻ, അവന് വെറും 15 വയസ്സുള്ള ഒരു കൊച്ചാണ് അവൻ. ഞാനും അവനും അനുഭവിക്കുന്നത് ഭയങ്കര വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ അമ്മ മരിച്ചതിൻ്റെ പേരിൽ മാത്രം കുറേ ബന്ധുക്കൾ, അമ്മയുടെ കുറേ റിലേറ്റീവ്സ്, കുറേ എന്നൊന്നും പറയാൻ പറ്റൂല, 1-2 പേര് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അമ്മ മരിച്ച ആ സമയത്ത് ബ്രെയിൻ ഡെത്ത് ആയിരുന്നു. പിന്നെ ഞങ്ങളെ വീഡിയോയിൽ കമൻറ്റിൽ ചില പേര് ചോദിച്ചിട്ടുണ്ട് അമ്മയുടെ അവയവം ദാനം ചെയ്തിട്ടുണ്ടോ എന്നൊരു കമൻറ്റ് ഞാൻ അവിടെ കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ അമ്മയുടെ അവയവം ദാനം ചെയ്തിട്ടില്ല. അങ്ങനെ ഡോക്ടർമാരും പിന്നെ ബ്രെയിൻ ഡെത്ത് ആയതുകൊണ്ട് ഡോക്ടർമാർ ചോദിച്ചു. പിന്നെ പൊന്നിൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, കണ്ണൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു ചെയ്താൽ നല്ലതായിരിക്കും. അപ്പം നമ്മളത് ആദ്യം ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിട്ട് പിന്നെ ചെയ്യാമെന്നൊരു ചിന്ത വന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ പിറകെ കിടന്ന് ഓടേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, മരിച്ചുപോയ ആളിനെ കൊണ്ട് നമ്മളങ്ങനെ ഓടണമെന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. അതിലും എനിക്ക് വഴികിട്ടു. വഴികിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതും എൻ്റെ റിലേറ്റീവ്സ് അല്ല, എൻ്റെ അമ്മയുടെ റിലേറ്റീവ്സ് പറഞ്ഞ് പരത്തിയ ഒരു കാര്യമാണ്. ചേട്ടൻ അമ്മയുടെ അവയവങ്ങൾ പൈസയ്ക്ക് വിൽക്കാൻ വേണ്ടിയാണ് ഡൊണേറ്റ് ചെയ്യാൻ നിന്നതെന്ന്. ഡാർക്കാണല്ലോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കും. ഇതൊക്കെ ചില്ലറ കാര്യമാണോ? എനിക്ക് തോന്നുന്നത് ഇവരുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ഇവരും ബാക്കിയുള്ളവരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ അമ്മയുടെ അവയവങ്ങൾ പൈസയ്ക്ക് വേണ്ടി വിൽക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് സീരിയസ് മാറ്റർ ആണല്ലോ. എന്തായാലും അവയവ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ബ്രെയിൻ ഡെത്ത് വന്ന ഒരാളുടെ അവയവം ദാനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പുണ്യപ്രവൃത്തിയാണ്. ഈ അവയവ മാഫിയകളെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ ഒരുപാട് കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവയവ ദാനം ചെയ്യുമ്പോൾ സുതാര്യമായ രീതിയിൽ ചെയ്യണമെന്ന് മാത്രം. എന്നാലും അമ്മയുടെ മൃതദേഹം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ കഴിയാത്തത് കൊണ്ട് അവയവദാനം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച രാജേഷിനെ ചൂണ്ടി ഇവൻ അമ്മയുടെ അവയവങ്ങൾ പൈസയ്ക്ക് വിൽക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞവർ ആരാണോ എന്തോ. എന്തായാലും അവരെ സൂക്ഷിച്ചോ, അവർക്ക് നിങ്ങളോട് നല്ല അസൂയുണ്ടോ എന്ന് തോന്നുന്നു. എന്തായാലും ബാക്കി കേട്ടോക്കാം.
സത്യം പറഞ്ഞാൽ ഞാൻ അറിയാത്ത കാര്യങ്ങളിലാണ് ഞാനിപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരുന്നിട്ടും അച്ഛന് വയ്യാതിരുന്നിട്ട് പോലും ഞാൻ ഇത്രയ്ക്ക് ടെൻഷൻ അടിച്ചിട്ടില്ല, ഇത്രയ്ക്ക് ഞാൻ വിഷമിച്ച് ഇരുന്നിട്ടില്ല. നിങ്ങൾ കുറേ പേര് ചോദിക്കും എൻ്റെ അടുത്ത് വീഡിയോ ഇടാത്തതെന്ന്. സത്യം ഇതാണ്, എൻ്റെ ഒരു മൈൻഡ് ഓക്കെ ആവുന്നില്ല. അതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് തന്നെ. അപ്പോഴേ ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ, ഇങ്ങനെ ഒരു വീഡിയോ ഒരിക്കലും നമ്മളെ ചാനലിൽ വരത്തില്ലായിരുന്നു. ആരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറയണതല്ല. പക്ഷെ ഇന്ന് ഇപ്പോൾ സമയം 12 മണിയാണ് രാത്രി. ഇപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ചേട്ടൻ്റെ വീട്ടിലോട്ട് വരുന്നത്. ഞാൻ മാത്രമല്ല, ഞാനും ചേട്ടനും അനിയനും കൂടി അനിയൻ്റെ ബുക്കും കുറച്ച് ഡ്രസ്സുകളും അവിടെ കിടപ്പുണ്ടായിരുന്നു. നാളെ അവന് +1 അഡ്മിഷൻ, സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അവന് പുതിയ ഷൂ ഒക്കെ അങ്ങ് ആയിപ്പോയി. അപ്പോൾ അവന് നാളെ കിട്ടുകൊണ്ട് പോകണമെന്ന് നമ്മൾ സാധനങ്ങൾ എടുക്കുക. ഇപ്പം എൻ്റെ വീട്ടിലോട്ട്, അതായത് എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കി, അവരെ വിയർപ്പിൽ അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു വീട്, അവിടെ ഞാനും ആ അമ്മയുടെ മകനും മകളും ചെന്നപ്പോൾ അമ്മയുടെ സഹോദരൻ എന്ന് പറയുന്ന ആള് പറയാണ്, നീ എന്തിനിവിടെ വന്ന്. അതിന് മുന്നേ ഒരു കാര്യമുണ്ട് കേസ്. അപ്പോൾ ഈ സ്റ്റെഫാർദർ എന്ന് പറയുന്ന പുള്ളി കുറച്ച് നാളായിട്ട് ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തു, ഞാനെന്തോ അടിച്ചു മാറ്റി, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ആ പുള്ളിയുടെ സംസാരം. പ്രശ്നത്തിൻ്റെയൊക്കെ തുടക്കം ഇടണമെന്ന് വെച്ചാൽ, എൻ്റെ അമ്മ ബ്രെയിൻ ഡെത്ത് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് എൻ്റെ സ്റ്റെപ്പ് ഫാദർ, രണ്ടാം അച്ഛൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എൻ്റെ അടുത്തൊരു കാര്യം പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഒരു 48,000 രൂപയോ 46,000 രൂപ എത്രയോ കൊടുത്തിട്ടുണ്ട്, അത് പുള്ളിക്കാരന് തിരിച്ചു വേണം. എൻ്റെ അമ്മ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പുള്ളിക്കാരന് തിരിച്ചു വേണം. അവിടെ നിന്നാണ് ഈ അടിയും വഴക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കത് തരാൻ പറ്റത്തില്ല. അത് വളരെ മോശമായി പോയി രണ്ടാനച്ച. എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത്? അമ്മ മരിച്ചു കിടക്കുമ്പോഴാണോ മകളുടെ അടുത്ത് പോയി പൈസന്റെ കണക്ക് പറയുന്നത്? ഒന്നില്ലെങ്കിലും കുറെ കാലം നിങ്ങളുടെ ഭാര്യ ആയിരുന്ന സ്ത്രീയല്ല അവിടെ മരിച്ചു കിടക്കുന്നത്. ആ ഒരു പരിഗണനയെങ്കിലും കൊടുക്കണ്ടേ? പൊന്നി പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ പൊന്നുവിന്റെ രണ്ടാനച്ചൻ ചെയ്തത് വളരെ മോശമായി പോയി എന്നല്ലാതെ വേറൊന്നും ഇതിനെ കുറിച്ച് പറയാനില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഡിവേഴ്സ് ആയി പോയി ഒരാളെ വീണ്ടും വിളിച്ച് കുടുംബത്തിലേക്ക് കയറ്റുക എന്ന് പറയുന്നത് ഹെവി റിസ്ക് പരിപാടിയാണ്. എന്തായാലും ബാക്കി കേട്ടോക്കാം. സത്യം പറഞ്ഞ കേസ്, ഞാൻ പൊന്നുവിനെ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ഉണ്ട്. പൊന്നുവിൻ്റെ വീടും വസ്തുവും ജപ്തിയിലാണ്. കല്യാണം കഴിക്കുന്ന ആ സമയത്ത് ജപ്തിയിലാണ് ജപ്തിയിലാണ്. നമ്മൾ കല്യാണം കഴിക്കണേന് എനിക്ക് തോന്നുന്നു 4-5 മാസം മുമ്പ് ജപ്തിക്കുള്ള ബോർഡും വെച്ച് വീടിന്റെ കതവിൽ അവർ ഇത് ഒട്ടിച്ചു, നോട്ടീസ് ഒട്ടിച്ചു. ജപ്തിയിലായ ഒരു വീടാണ് പൊന്നുവിൻ്റെ അമ്മയ്ക്ക്, പൊന്നുവിൻ്റെ അവരുടെ ഉള്ളത്. ഞാൻ പൊന്നുവിനെ കല്യാണം കഴിക്കുന്നത് അവരുടെ സ്വത്തോ അല്ലെങ്കിൽ പണോ അല്ലെങ്കിൽ അവരുടെ രീതിയോ ഒന്നുമില്ലാതെ ഞാൻ എൻ്റെ സ്വന്തം രീതിയിലാണ് പൊന്നുവിനെ കല്യാണം കഴിച്ച്. ആരുമില്ല അവരുടെ ഭാഗത്തുനിന്ന്, നമുക്ക് അങ്ങനെ ഒരു ഇതും വന്നിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം നിലയിലാണ് പൊന്നുവിനെ കല്യാണം കഴിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്. ഞാൻ ഒരിക്കലും അവരുടെ സ്വത്തോ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് നിന്നിട്ടില്ല. എനിക്ക് അവളെ കല്യാണം കഴിച്ച് തന്നത് പോലും അല്ല അവര്. സത്യം പറഞ്ഞു, ഞാൻ ഇറങ്ങി വന്നതുപോലെയാണ് സത്യത്തിന്റെ കല്യാണം നടന്നത്. എൻ്റെ പലരും ചോദിക്കും അമ്മ അച്ഛനെ വീഡിയോയിൽ കാണിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് കൂടുതലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അല്ലാതെ അങ്ങനെ വിളിച്ചിട്ടില്ല. ഇപ്പോൾ പൊന്നുവിൻ്റെ വിരുന്നെന്ന് പറയുന്നത് തന്നെ കല്യാണത്തിൻ്റെ വിരുന്ന്, സ്നേഹത്തിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. പൊന്നുവിന് കല്യാണത്തിന് വിരുന്ന് വിളിക്കുന്നത് സത്യത്തിൽ സ്വന്തം അമ്മയും അച്ഛനാണ് വിളിക്കേണ്ടത്. അങ്ങനെ ഒന്നും ആദ്യം വിളിച്ചിട്ടില്ല. ലാസ്റ്റാണ് പിന്നെ അങ്ങനെ ഒരു ഇതിന് തന്നെ പോയത്. നമ്മളിനി വെറുതെ എനിക്കത് പറയാൻ താല്പര്യമില്ല. കാരണം ഇപ്പൊ എല്ലാത്തിലും കുറ്റക്കാരൻ ഞാനാണ്. ഇപ്പൊ എല്ലാരും ചേട്ടനാണ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ചേട്ടൻ ഈ വീടിനും വസ്തുവിനും ഓൾറെഡി അത് ജപ്തിയിലിരിക്കണ വീടും വസ്തുവാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ആ വീടോ വസ്തുവോ സ്വത്തോ വകയോ ഒന്നും വേണ്ട. പക്ഷെ എൻ്റെ അമ്മ ജീവിച്ചിരുന്ന വീട്ടിൽ എനിക്ക് കയറാൻ പാടില്ല. നീ എന്തിനു വന്നു എന്ന് അമ്മയുടെ മൂത്ത സഹോദരൻ ചോദിക്കുകയാണ്. നീ എന്തിനു വന്നു? നീ ഇപ്പൊ രാത്രിയാണ് പോയത്. എൻ്റെ അടുത്ത് ചോദിക്കണം, നീ രാത്രി എന്തിനു ഇവിടെ വന്നു? നീ പോയിട്ട് പകല് വാ, അപ്പൊ നമുക്ക് നോക്കാം. എന്ത് അധികാരമാണ് ആ വയ്യാക്കുള്ളത്? ഉള്ളത് പറയാലോ. ഇങ്ങനെ ചോദിക്കാനുള്ള യാതൊരു അവകാശവും അമ്മയുടെ സഹോദരന് ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ തിരിച്ച് നല്ല മറുപടി കൊടുക്കുകയാണ് വേണ്ടത്. വലിയ ഡയലോഗ് അടിക്കാതെ ഇറങ്ങി പോടാ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വീട്ടിൽ നിന്നും എന്ന് പറയണം. അതിപ്പോ മാമനായാലും മച്ചാനായാലും അങ്ങനെ തന്നെ. പിന്നെ ഒരാൾ ഇത്രയും കാര്യം ജീവിച്ച വീട്ടിലേക്ക് കയറി വരുമ്പോൾ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നീ പോയിട്ട് രാവിലെ വാ എന്നൊക്കെ പറയാൻ അമ്മയുടെ സഹോദരന് എന്ത് അവകാശമാണുള്ളത്? ആദ്യം മകൾ, എന്നിട്ടേ ഉള്ളൂ സഹോദരനൊക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവരുടെ കുടുംബ പ്രശ്നങ്ങളാണ്. ഒരു ഭാഗം മാത്രമേ നമ്മൾ ഇവിടെ കേൾക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ഇവരുടെ കുടുംബത്തിൽ സംഭവിച്ചതെന്നൊന്നും നമുക്കറിയില്ല. അമ്മ ഒന്ന് മരിച്ചപ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണമല്ലോ, അല്ലാതെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാവോ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കുടുംബകാര്യങ്ങൾ യൂട്യൂബിൽ വന്ന് ഇരുന്ന് പറഞ്ഞതിനോടൊന്നും അന്നും ഇന്നും എന്നും എനിക്ക് യോജിപ്പില്ല. പൊന്നും രാജേഷും ഈ ചെയ്യുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇതെല്ലാം കുടുംബത്തിൽ സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങളാണ്, അല്ലാതെ നാട്ടുകാരോട് പറഞ്ഞു നടക്കേണ്ട കാര്യങ്ങളല്ല. അങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കിട്ടാനും പോണില്ല. ചിലപ്പോൾ പ്രശ്നങ്ങൾ വലുതാകുമെന്നല്ലാതെ ഇങ്ങനെ യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞതിനെ കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നുള്ളതാണ്. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും ഈ സംഭവം, ഈ പൊന്നുവിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് ഈ ഇടയ്ക്ക് ഇങ്ങനെ
രണ്ട് വെള്ളത്തിൽ ചവിട്ടുന്ന രീതിയിലുള്ള രീതി കാണിച്ചപ്പോൾ ഞാൻ പൊന്നിൻ്റെ അടുത്ത് പറഞ്ഞു, പൊന്നു പുള്ളി എന്തെങ്കിലുമൊക്കെ ലീഗലി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വല്ലതും എടുത്തോണ്ട് പോകും, നിങ്ങൾ നോക്കിക്കുമെന്ന് പറഞ്ഞു. പൊന്നു നോക്കിയപ്പോൾ ആ വീട്ടിൽ ഇരിക്കുന്ന മിക്ക സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെന്റുകളും ആധാരമില്ലേ, ആധാരം, അമ്മേരെ ആധാരം, ഡോക്യുമെന്റ്, അമ്മേരെ സൈന്, അത് ഇത്, അമ്മേരെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതെല്ലാം അയാൾ എടുത്ത് അയാളെ ഫയലിൻ്റെ അകത്താക്കി വെച്ചിരിക്കുന്നു. ഇത് ഞാൻ തിരിച്ചെടുത്തു. കാരണം ലീഗലി ഹസ്ബൻഡ് അല്ല, ഹസ്ബൻഡ് ആവേ അല്ല, ഇവരെന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ജീവിച്ച വ്യക്തികളാണ്, ലീഗലി ഹസ്ബൻഡ് അല്ല. എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അമ്മേരെ ഡോക്യുമെന്റും ഒക്കെ സൂക്ഷിക്കേണ്ട നമ്മൾ 2 മക്കളാണ്. അതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ പൊന്നു തിരിച്ചെടുത്തപ്പോൾ അതിനെല്ലാം മെയിൻ ബ്രെയിൻ യൂസ് ചെയ്യുന്നത് ഞാനെന്നുള്ള രീതിയിൽ ഇന്നും എനിക്ക് പ്രാക്ക് കേട്ടു. ഒരാൾക്ക് മാത്രമല്ല, ഇന്നിപ്പോ നമ്മൾ ഈ ഒരു വീഡിയോ വിട്ടത്. അതൊക്കെ രാജേഷ് ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. പൊന്നുവിന്റെ അമ്മയും രണ്ടാനച്ഛനും തമ്മിൽ ലീഗലി ഡിവേഴ്സ് ആയതാണ്. സോ അയാൾക്ക് ഇനി അമ്മയുടെ സ്വത്തിലോ മറ്റു കാര്യങ്ങളിലോ യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഡോക്യുമെന്റ്സോ മറ്റുമൊന്നും കൈവശപ്പെടുത്താൻ അയാൾ അനുവദിക്കാനും പാടില്ല. അയാൾ അമ്മയുടെ ആധാരമൊക്കെ കൈവശപ്പെടുത്താൻ നോക്കിയെന്നൊക്കെ പൊന്നു പറയുന്നുണ്ട്. ഈ ആധാരം എന്ന് പറയുമ്പോൾ വീട്ടിന്റെ ആധാരമായിരിക്കും അല്ലെ, അല്ല വീട് ജപ്തിയാണെന്നല്ല പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ വീടിന്റെ ആധാരം ബാങ്കിലായിരിക്കില്ല ഉണ്ടാവുക. പിന്നെ എങ്ങനെയാണ് രണ്ടാനച്ഛൻ ആ ആധാരം കഴിക്കലാക്കാൻ കഴിയുക? അല്ലൊരു കൺഫ്യൂഷൻ വന്നതിനെ കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ബാക്കി കണ്ടോക്കാം. ഇത് തന്നെ ഇന്ന് കണ്ണനെ ഞങ്ങളങ്ങ് കൊണ്ടുവന്നു. കാരണം അവനെ അവിടെ നിർത്താൻ പറ്റത്തില്ല. കാരണം ആരുടെയും കൊല്ലും അവന്. ഇപ്പം അവന്റെ പഠിത്തം എന്ന് പറയുന്നത് അവൻ ആഹാരം കൊടുത്താൽ മാത്രം പോരാ അവന്റെ ജീവിതത്തിൽ. അവന്റെ അച്ഛൻ ഇപ്പൊ അയച്ചൊരു വോയിസ് ഉണ്ട്, ഞാൻ പിന്നെ കേൾപ്പിച്ച് തരയ്ക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞത്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവന് 18 വയസ്സ് വരെ അവന് അച്ഛൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും കൊടുക്കാനുള്ളൂ, അത് കഴിഞ്ഞാൽ ഒന്നും കൊടുക്കാനില്ല, നിങ്ങൾ കേസ് കൊടുത്ത് വാങ്ങിക്ക്, അവൻ എന്ത് കിട്ടുമെന്ന് നോക്കാമെന്ന്. ഒരു അച്ഛനാണ്, ഒരു ജനിപ്പിച്ച അച്ഛനാണ് ഇങ്ങനെ പറയുന്നത്. അമ്മ ഇല്ലാത്തത് കൊണ്ട് ഒരു അച്ഛനാണ് ഇങ്ങനെ ഒരു ഡയലോഗ് ഒരു മകനെ പറ്റി പറയുന്നത്. അവനെ പറ്റി മാത്രമല്ല പറഞ്ഞത്, അല്ല നിന്നെ പോട്ട്, നീ സ്വന്തമല്ല, സ്വന്തം അല്ലാൻ്റെ കൂടി അയാൾ പറഞ്ഞ ഏറ്റവും വലിയൊരു ഡയലോഗാണ്, നിനക്ക് തന്ത ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നത്. അത് ഞാനൊന്ന് പറഞ്ഞ കേസ് അതെങ്ങനെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊന്നു ഈ കാര്യങ്ങളൊക്കെ പൊന്നുവല്ലേ ഈ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തത്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഇവിടുത്തെ ദേഷ്യമുണ്ട്. അപ്പം ഇത്രയും കാലം വരെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് വിജയൻ എന്ന് പറയുന്ന ആൾ പൊന്നുവിൻ്റെ അച്ഛനെന്നാണ്. അത് ഞങ്ങൾ പറയാത്തത് വെറുതെ ഫാമിലി കാര്യങ്ങൾ വെറുതെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഇപ്പോഴും അവൾ വിളിക്കുന്നത് അച്ഛനാന്നാണ്. ആ സമയത്ത് അയാളെ വിളിക്കുകയാണ്, തിരിച്ച് പറയണം നിനക്ക് തന്ത ഇല്ലാത്തത് കൊണ്ട് തന്തയ്ക്ക് വിളിക്കുന്നില്ല. അപ്പോൾ അയാൾ ഏത് കണ്ണുകൊണ്ടായിരിക്കും അയാളെ ഇത്രയും നാളെ ഇവളെ മോളേന്ന് ചിന്തിച്ചത്? അതാ മോളേന്ന് കണ്ടിട്ടുള്ള ഏത് കണ്ണുകൊണ്ടായിരിക്കും? പൊന്നുവിനെ ആദ്യമേ മരണം കഴിഞ്ഞപ്പോഴേ പൊന്നുവിനെ അവിടെ നിന്ന് അങ്ങ് പുറത്താക്കുന്ന രീതിയിലായിരുന്നു. അവൾക്ക് ആ വീട്ടിലൊരു അവകാശമില്ല, സ്വത്തും പണമൊന്നുമല്ല അവകാശം. നമ്മൾ ജനിച്ച് വളർന്ന വീടെന്നുള്ളൊരു ഇതുണ്ടല്ലോ, അമ്മ ഉണ്ടാക്കി എന്നുള്ളത്. ഇവിടെ അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഉണ്ടാക്കിയത്. അന്നൊന്നും ഈ വിജയൻ സാറോ ബാക്കിയുള്ളവരോ ആരോ, വിജയൻ സാർ എന്ന് പറഞ്ഞ പുള്ളി ഇവളെ അച്ഛനാണ്, സ്റ്റെപ്പ് ഫാദറാണ്, അവരാരും ഇല്ലായിരുന്നു. ഇവളെ അമ്മ തന്നെയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. അതിനിടയിൽ പുള്ളി എനിക്കെതിരെ ഇട്ടൊരു വോയിസാണ്, എൻ്റെ ഫോണിൽ ഇട്ടതാണ്. അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഞാൻ മാസം തോറും പൊന്നുവിനെ വിട്ട് പൊന്നുവിൻ്റെ അമ്മേരെ നിന്ന് പൈസ കടം മേടിക്കുമായിരുന്നു, അല്ല പൈസ വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു എന്റെ ചെലവിന് വേണ്ടിയിട്ട്. അമ്മക്ക് ശമ്പളം കിട്ടണ പൈസ, ഈ ശമ്പളം എന്ന് പറയാൻ അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. ഈ അമ്മയ്ക്ക് മാസം കിട്ടുന്ന ശമ്പള തുക ചേട്ടൻ എന്നെ വിട്ട് അമ്മേനെ പിടിച്ച് വാങ്ങിപ്പിക്കുമായിരുന്നെന്ന് അമ്മ മരിക്കണേന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ അമ്മ അറിയാം. അമ്മ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അമ്മ മരിച്ചതിൻ്റെ അന്ന് മുതൽ ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് എന്നെ എൻ്റെ അനിയനെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വീട്ടിൽ കയറാൻ പാടില്ല, എന്തിനു വന്നു, എന്ത് അധികാരം, എൻ്റെ അമ്മേരെ വസ്തു, അതായത് എൻ്റെ മാമൻ എന്ന് പറയുന്ന ആളുടെ അമ്മേരെ വസ്തുവാണ് അവിടെ, നീ എന്തിനു വന്നു, നിനക്ക് എന്ത് അധികാരമാണുള്ളത്? ഇത്രയും കാലം അവരവിടെ ജീവിച്ചത് തന്നെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ അമ്മ മരിച്ചതോടെ അമ്മയുടെ വീടിന്റെയും പറമ്പിന്റെയും അവകാശത്തിന് വേണ്ടി കുടുംബക്കാരെല്ലാരും കൂടി അടി ഉണ്ടാക്കുകയാണെന്ന് അർത്ഥം. ഇവർ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നും അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പറമ്പും വീടും ജപ്തിയായി കിടക്കുകയാണെന്നും പറയുന്നുണ്ട്. എന്തായാലും സഹോദരിയുടെ മകളെ സംരക്ഷിക്കേണ്ട ആള് തന്നെ അവളെ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശം തന്നെയാണ്. പൊന്നുവിന്റെ മാമൻ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ന്യായീകരണം അർഹിക്കുന്നില്ല. പിന്നെ മറ്റേ പുള്ളിക്കാരൻ, അതായത് രണ്ടാനച്ഛൻ, അയാളെ മെല്ലെ കോളറിൽ പിടിച്ച് പുറത്തേക്ക് കളയാവുന്നതേ ഉള്ളൂ. അയാൾക്ക് ഇതിലൊന്നും ഇടപെടാനുള്ള യാതൊരു അവകാശവും ഇല്ലല്ലോ. എന്തായാലും ഇനി ഒരു അരമണിക്കൂറും കൂടി ഇവർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ കേട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ വീണ്ടും വീണ്ടും പറയുന്നത്. പുതിയതായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം കൂടി ഇവിടെ പ്ലേ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും അവസാനമായി ഒന്നേ എനിക്ക് പറയാനുള്ളൂ, കുടുംബകാര്യമാണ്, മാക്സിമം കുടുംബത്തിൽ തന്നെ തീർക്കാൻ ശ്രമിക്കുക. അതാണ് അതിന്റെ ഒരു ശരി. പിന്നെ ഒരു കാര്യം കൂടി, ഇനി എന്തിനാണ് ഇവരുടെ കുടുംബത്തിൽ ഇടപെടാൻ നിൽക്കുന്നത് എന്ന സ്ഥിര വല്ലവും കൊണ്ട് ആരും വരാൻ നിൽക്കണ്ട. കുടുംബകാര്യമായിരുന്നെങ്കിൽ അത് കുടുംബത്തിൽ തന്നെ തീർക്കണമായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിരിച്ചത് ഇവർ തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞത്. അല്ലാതെ ഞാൻ ഇവരുടെ വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കി ഉണ്ടാക്കിയ വിഷയമല്ല
കാര്യമല്ല ഇത്. അതെല്ലാവരും മനസ്സിലാക്കുക. അവരിത് കുടുംബത്തിൽ വെച്ച് തന്നെ തീർത്തിരുന്നെങ്കിൽ ഇത് ആരും അറിയുമായിരുന്നില്ല. ഇതിപ്പോ പബ്ലിക്കിന് മുന്നിലേക്ക് ജഡ്ജ് ചെയ്യാൻ ഇട്ട് കൊടുത്ത പോലെയായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കുക. കുടുംബമാണ്, ഇന്ന് പണിങ്ങിയാൽ നാളെ ഒന്നാവും. പക്ഷെ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്ത് അവസാനം കൈവിട്ട് പോയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.